Hello and welcome. This is Robin and you're watching Learn English with Robin. നമ്മൾ ഇന്ന് പോകുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ നമ്പർ 3ൻ്റെ പാർട്ട് 10ലേക്കാണ്. പാർട്ട് 1 മുതൽ 9 വരെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ മാത്രമല്ല ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ക്ലാസ് എടുക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കുക, സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ്. സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ്, ഇതാണ് ടോപ്പിക്. ഞാൻ ക്ലാസ് ഇവിടെ എടുക്കുമ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഇവിടെ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണാം. ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ദ ടോപ്പിക് പ്രസൻറ്റേഷൻ. ഒരു വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നതിന് പകരമാണ് ഗൂഗിൾ ഡോക്സിലാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് സ്ക്രീനിൽ നോക്കി ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ ഒപ്പം വായിക്കുക, ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്മാർട്ട് ഫോൺസ് എ ബൂൺ ഓർ എ കേഴ്സ്, ഇതാണ് ടോപ്പിക്. സ്മാർട്ട് ഫോൺ ഒരു അനുഗ്രഹമാണോ ശാപമാണോ? ബൂൺ മീൻസ് അനുഗ്രഹം, കേഴ്സ് ശാപം. ഓൾറെഡി നമ്മൾ 9 ഭാഗങ്ങൾ കഴിഞ്ഞു. ആ 9 ഭാഗങ്ങൾ ഓൾറെഡി സ്മാർട്ട് ഫോൺസിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് പറഞ്ഞിരുന്നത്, ഗുണങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിൽ അവസാനത്തെ പോസിറ്റീവ് സൈഡ്സിൻ്റെ അവസാനത്തെ ഭാഗമാണ് പാർട്ട് 10. ഇത് കഴിഞ്ഞ് സ്മാർട്ട് ഫോൺസിൻ്റെ നെഗറ്റീവ് സൈഡ്സ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടോപ്പിക് പ്രസൻറ്റേഷൻസ്. എന്തൊക്കെയാണ് ഈ ടോപ്പിക് പ്രസൻറ്റേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്? വാട്ട് യു വിൽ ലേൺ ഫ്രം ദിസ്. നിങ്ങൾ ഈ ഒരു ട്രെയിനിങ് സെഷനിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുക, നിങ്ങളുടെ എന്ത് സ്കിൽസാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക. You will get a chance to listen to someone speaking in English and also can listen to the translations in Malayalam. നിങ്ങൾക്ക് ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും, അതുപോലെ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് മലയാളത്തിൽ കിട്ടും. സെക്കൻഡ് വൺ, ടു ലേൺ യൂസേജസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ബെറ്റർ വൊക്കാബുലറി. ഇംഗ്ലീഷിലെ യൂസേജസ് പഠിക്കുക, ബെറ്റർ വൊക്കാബുലറി, ബെറ്റർ ആയിട്ടുള്ള വേർഡ്സ് പഠിക്കുക. So I think you understood the objectives of this topic presentations. So it is English speaking practice and also English listening practice. മൊബൈൽ ഗെയിംസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, നമുക്ക് ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ അടുത്തൊരു പോസിറ്റീവ് സൈഡായിട്ട് പറയുന്നത്. മൊബൈൽ ഗെയിംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് പറയും. മൊബൈൽ ഗെയിംസിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അറ്റ് പ്രസന്റ് വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ ദ പോസിറ്റീവ് സൈഡ്സ്. Of course there are negatives as well, but right now we are going to discuss about the positive sides of mobile games and applications. Playing mobile games is a hobby for many people. So please look at the screen. ഇവിടെ നിങ്ങൾക്ക് ഓരോ ബ്ലൂ കളറിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. ഇതിൻ്റെ മലയാളം മീനിങ്സ് ഞാൻ പറഞ്ഞുതരും, യൂസേജ് ആൻഡ് വൊക്കാബുലറി പഠിക്കും പറഞ്ഞുതരും. യു ക്യാൻ റൈറ്റ് ദ ഇംഗ്ലീഷ് വേർഡ് ഓർ ദ യൂസേജ് പ്ലസ് റൈറ്റ് ദ മലയാളം മീനിങ് ആൻഡ് ഓൾസോ ദ ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഇവിടെ ഇംഗ്ലീഷ് സെൻറ്റൻസും ഉണ്ട്. വാക്കുകൾ ഇംഗ്ലീഷ് എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ നോട്ട്ബുക്ക് മാറ്റി വെക്കുക, അതിൻ്റെ മലയാളം വാക്ക് അർത്ഥം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അതിനുശേഷം അതിന് ഇംഗ്ലീഷ് സെൻറ്റൻസും കൂടെ എഴുതിയെടുത്ത് അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ആക്റ്റീവ് ലേണർ ആണെങ്കിൽ ഇതിലൂടെ നോട്ട്ബുക്ക് മാറ്റി വെക്കുക. ഈ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തതാണ്. സോ പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ഇസ് എ ഹോബി ഫോർ മെനി പീപ്പിൾ. മൊബൈൽ ഗെയിംസ് കളിക്കുന്നത് പല ആൾക്കാർക്കും, ഒരുപാട് ആൾക്കാർക്ക് ഒരു ഹോബിയാണ്, ഒരു വിനോദമാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ഹു എൻജോയ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ബട്ട് ഓൾസോ അഡൽട്സ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ, കുട്ടികൾ മാത്രമല്ല മൊബൈൽ ഗെയിംസ് എൻജോയ് ചെയ്യുന്നത്, അഡൽസും ഉണ്ട്, മുതിർന്ന ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ബട്ട് ഓൾസോ അഡൽസ്. അപ്പം നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഈ ഒരു യൂസേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സെൻറ്റൻസ് യൂസേജാണ് ഈ കൊടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ഹു എൻജോയ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ബട്ട് ഓൾസോ അഡൽസ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ഹു എൻജോയ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ബട്ട് ഓൾസോ അഡൽസ്. കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും എൻജോയ് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അത് മാത്രമല്ല ഇതും. ആ ഒരു യൂസേജാണ് വരുന്നത്, അതിൻ്റെ സെൻറ്റൻസ് ആണ് പറഞ്ഞത്. പ്ലീസ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ. പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ഹാസ് വെരി പോസിറ്റീവ് സൈഡ്സ് ആസ് വെൽ ആസ് നെഗറ്റീവ് സൈഡ്സ്. മൊബൈൽ ഗെയിംസ് കളിക്കുന്നതിന് ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെ ദോഷങ്ങളും ഉണ്ട്. പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ആസ് വെൽ ആസ് അവിടെ പറയുന്നത് അതും നെഗറ്റീവ് സൈഡ്സും ഉണ്ട് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, അതേപോലെ നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ആസ് വെൽ ആസ്. Let's discuss the positive sides now and we will look into the negative sides later. നമുക്കിപ്പോൾ പോസിറ്റീവ് സൈഡ്സ് ഡിസ്കസ് ചെയ്യാം, നെഗറ്റീവ് സൈഡ്സ് പിന്നീട് നോക്കാം. ഇത്രയും പഠിച്ചതിൽ ഈ ആദ്യത്തെ ഈ പാരഗ്രാഫ് പഠിച്ചതിലുള്ള യൂസേജസ് ആണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇത് മാത്രമല്ല അതും, അല്ലെങ്കിൽ അത് മാത്രമല്ല ഇതും എന്നൊരു അർത്ഥമൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ സെൻറ്റൻസ് യൂസേജ് നിങ്ങൾ എഴുതിയെടുക്കുക. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചിൽഡ്രൻ ഹു എൻജോയ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ബട്ട് ഓൾസോ അഡൽസ്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഹി ലൈക്സ് നോട്ട് ഓൺലി ക്രിക്കറ്റ് ബട്ട് ഓൾസോ ഫുട്ബോൾ. ഞാൻ ഇവിടെ വേറെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അവന് ക്രിക്കറ്റ് മാത്രമല്ല ഇഷ്ടം, ഫുട്ബോളും ഇഷ്ടമാണ്. ഹി ലൈക്സ് നോട്ട് ഓൺലി ക്രിക്കറ്റ് ബട്ട് ഓൾസോ ഫുട്ബോൾ. ഹി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് നോട്ട് ഓൺലി ഇൻ ലോങ് ജമ്പ് ബട്ട് ഓൾസോ ഇൻ ഹൈ ജമ്പ്. അവന് സ്പോർട്സ് കോമ്പറ്റീഷനിൽ ലോങ് ജമ്പിൽ മാത്രമല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഏത് കൂടിയാണ്? ഹൈ ജമ്പിൽ കൂടിയുണ്ട്. നോട്ട് ഓൺലി ലോങ് ജമ്പ് ബട്ട് ഓൾസോ ഹൈ ജമ്പ്.
ആസ് വെൽ ആസ് ഇവിടെ ഓൾറെഡി സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ഹാസ് മെനി പോസിറ്റീവ് സൈഡ്സ് ആസ് വെൽ ആസ് നെഗറ്റീവ് സൈഡ്. പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. നെഗറ്റീവ് സൈഡ്സും അതും എന്ന അർത്ഥം വരുന്നുണ്ട്, ഓൾസോ എന്ന അർത്ഥം വരുന്നുണ്ട്. The work culture in today's world is a hectic one. Please look at the screen. The work culture in today's world is a hectic one. ഇന്നത്തെ കാലത്തെ ജോലിയുടെ നമ്മുടെ രീതി ഉണ്ടല്ലോ വളരെ തിരക്ക് പിടിച്ചാണ്. ഹെക്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹെക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? തിരക്ക് പിടിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ബിസി ആയിട്ടുള്ള ഒരു ജോലി എന്ന രീതിയിലാണ് ഹെക്റ്റിക് വർക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വളരെ ബിസിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദ വർക്ക് കൾച്ചർ ഇൻ ടുഡേയ്സ് വേൾഡ് ഇസ് എ ഹെക്റ്റിക് വൺ. ഇന്നത്തെ ലോകത്തെ ജോലിയുടെ രീതിയൊക്കെ വളരെ തിരക്ക് പിടിച്ചതാണ്. പീപ്പിൾ ഹാർഡ്ലി ഗെറ്റ് എനി ടൈം ടു റിലാക്സ്. ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല. ശ്രദ്ധിക്കുക, പീപ്പിൾ ഹാർഡ്ലി ഗെറ്റ് എനി ടൈം ടു റിലാക്സ്. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വായിക്കുമ്പം ആൾക്കാർക്ക് സമയം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ ഹാർഡ്ലി എന്ന വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പീപ്പിൾ ഹാർഡ്ലി ഗെറ്റ് എനി ടൈം ടു റിലാക്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ സമയം കിട്ടാറില്ല. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഓൾമോസ്റ്റ് നോ എന്നർത്ഥം. ഓൾമോസ്റ്റ് നോ ടൈം എന്നാണ് പറയുന്നത്. ഏറെക്കുറെ ഒട്ടും തന്നെ സമയമില്ല, അല്ല കഷ്ടിച്ച സമയം എന്നാണ് പറയുന്നത്. സോ ആൾക്കാർക്ക് ഒട്ടും തന്നെ റിലാക്സ് ടൈം കിട്ടാറില്ല. Some of us have to work even after scheduled work hours as the nature of work demands it. നമ്മളിൽ ചിലർക്ക്, സം ഓഫ് us എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിൽ ചിലർക്ക്, സം ഓഫ് us have to work even after scheduled work hours. അതായത് ശരിയായിട്ടുള്ള ജോലി സമയത്തിന് ശേഷവും, ഈവൻ ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷവും, ഈവൻ ആഫ്റ്റർ ശേഷവും, അതിന് ശേഷം. ഈവൻ ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ശേഷവും. Some of us have to work even after scheduled work hours as the nature of work demands it. ഇവിടെ ശരിക്കും ആസ് എന്ന് പറയുന്നത് കാരണം എന്താണ്? നമ്മളിൽ ചിലർക്ക് some of us have to work even after scheduled work hours as the nature of the work demands it. നമ്മളിൽ ചിലർക്ക് ജോലി സമയത്തിന് ശേഷവും ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താ? ആ ജോലിയുടെ പ്രകൃതം അങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. ആസ് ദ നേച്ചർ ഓഫ് ദ വർക്ക് ഡിമാൻഡ്സ് ഇറ്റ്. ബിക്കോസ് അവിടെ ഉപയോഗിക്കാം. ബിക്കോസ് ദ നേച്ചർ ഓഫ് ദ വർക്ക് ഡിമാൻഡ്സ് ഇറ്റ്. അതിന് പകരം ബിക്കോസിന് പകരം ഉപയോഗിച്ച വാക്കാണ് നമ്മളിവിടെ ആസ് ഉപയോഗിച്ചേക്കുന്നത്. All of us like to do something that we like and something which makes us relax during our free time. All of us എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവർക്കും we like to do something. All of us like to do something that we like. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ താല്പര്യമുണ്ട്. ആൻഡ് സംതിങ് വിച്ച് മേക്സ് us റിലാക്സ് ഡ്യൂറിങ് അവർ ഫ്രീ ടൈം. നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മളെ റിലാക്സ് ആക്കുന്ന എന്തെങ്കിലും ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. ഓൾ ഓഫ് us. ഓക്കെ. സം ഓഫ് us നമ്മളിൽ ചിലർക്ക്. ഓൾ ഓഫ് us നമ്മളെല്ലാവർക്കും. സം ഓഫ് us എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിൽ ചിലർക്ക്. സം ഓഫ് us ഹാവ് ലെസ് ഫ്രീ ടൈം ഡ്യൂ ടു ദ നേച്ചർ ഓഫ് ദ വർക്ക്. നമ്മളിൽ ചിലർക്ക് ഫ്രീ ടൈം വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. കാരണം എന്താ? ജോലിയുടെ നേച്ചർ അങ്ങനെയാണ്. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ എന്താ? കാരണം. അപ്പോൾ ഡ്യൂ ടു അല്ലെങ്കിൽ ബിക്കോസ് ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്കിവിടെ ഡ്യൂ ടു മീൻസ് ഇവിടെ കാരണം എന്നുള്ള അർത്ഥം വരുന്നത്. ഫൈൻഡിങ് ടൈം ഫോർ അവർ ഫേവറേറ്റ് ഫ്രീ ടൈം ആക്ടിവിറ്റീസ് വിൽ ബി ഡിഫിക്കൽട്ട്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രീ ടൈം ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഫൈൻഡിങ് ടൈം, സമയം കണ്ടെത്തുക. എന്തിന്? ഫ്രീ ടൈം ആക്ടിവിറ്റീസ് ചെയ്യാൻ ഉള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും സമയം കണ്ടെത്താൻ. സോ ഓൾറെഡി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ യൂസേജസ് നോക്കാം. ഹെക്റ്റിക് എന്ന് നേരത്തെ അർത്ഥം പറഞ്ഞിരുന്നു. ദ വർക്ക് കൾച്ചർ ഇൻ ടുഡേയ്സ് വേൾഡ് ഇസ് എ ഹെക്റ്റിക് വൺ. തിരക്കേറിയത്, തിരക്ക് പിടിച്ചത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് അർത്ഥങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് കൂടെ നിങ്ങൾ എഴുതിയെടുക്കുക. ഹാർഡ്ലി ഒട്ടും തന്നെ. ഓൾമോസ്റ്റ് നോ എന്നാണ് അർത്ഥം വരുന്നത്. ഓൾമോസ്റ്റ് ഡൺ ഒട്ടും തന്നെ ഇല്ല. പീപ്പിൾ ഹാർഡ്ലി ഗെറ്റ് എനി ടൈം ടു റിലാക്സ്. ആൾക്കാർക്ക് ഒട്ടും തന്നെ റിലാക്സ് ചെയ്യാൻ ടൈം കിട്ടാറില്ല എന്നാണ്. അല്ലെങ്കിൽ ഏറെക്കുറെ വളരെ കുറച്ച് കഷ്ടിച്ച സമയം അർത്ഥം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്ന അർത്ഥമാണ് വരുന്നത് ഹാർഡ്ലി. സം ഓഫ് us നമ്മളിൽ ചിലർക്ക്. സം ഓഫ് us ഹാവ് ടു വർക്ക് ഈവൻ ആഫ്റ്റർ ഷെഡ്യൂൾഡ് വർക്ക് അവേഴ്സ് ആസ് ദ നേച്ചർ ഓഫ് ദ വർക്ക് ഡിമാൻഡ്സ് ഇറ്റ്. നമ്മളിൽ ചിലർക്ക് ജോലി സമയത്തിന് ശേഷവും വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ജോലിയുടെ നേച്ചർ അങ്ങനെയാണ്. ഇവിടെ ഈവൻ ആഫ്റ്റർ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷവും. അതിവിടെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ ഒന്നുകൂടി ഞാൻ പറയുന്നില്ല. ഓൾ ഓഫ് us നമ്മളെല്ലാവർക്കും. All of us like to do something that we like and something which makes us relax during our free time. നമ്മളെല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ റിലാക്സ് ആക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഫ്രീ ടൈമിൽ ചെയ്യാൻ താല്പര്യമുണ്ട്. ഡ്യൂ ടു അത് കാരണം. സം ഓഫ് us have less free time due to the nature of the work. ജോലിയുടെ നേച്ചർ കാരണം, അതിൻ്റെ പ്രകൃതം കാരണം നമ്മളിൽ ചിലർക്ക് ഫ്രീ ടൈം വളരെ കുറച്ചേ കിട്ടാറുള്ളൂ.
അടുത്ത പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഈ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ വീഡിയോസ് ഇടുന്നുണ്ട്. ഓൾറെഡി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസ് സെഷൻസും ഒക്കെ കൊടുക്കുന്നുമുണ്ട്. സോ നിങ്ങൾ എല്ലാ പ്ലേലിസ്റ്റും ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ സാധിക്കും. നിങ്ങൾ കമ്പ്യൂട്ടറാണ് പഠിക്കാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സുകൾ വന്ന് അറ്റൻഡ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്കൊരു കാര്യം മലയാളത്തിൽ ആലോചിച്ച് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ് വരുന്നുണ്ട്, റൈറ്റ് ടൈമിൽ വേർഡ്സ് കിട്ടുന്നില്ല, ഒരു മലയാള സെൻറ്റൻസ് ടു ഇംഗ്ലീഷിലേക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, മനസ്സിലാവുന്ന പക്ഷേ പറയാൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഡിജിറ്റൽ കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. ചോദ്യം ചോദിക്കാനും ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാനും, ഒരാൾ ചോദ്യം ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ഉത്തരം പറയാനും ഉള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. റൈറ്റ് ടൈമിൽ സിമ്പിൾ വേർഡ്സ് കിട്ടാനുള്ള ട്രെയിനിങ് കൂടെ ഉണ്ട്. സോ നിങ്ങൾക്ക് വാട്ട് എവർ യു തിങ്ക് ഇൻ മലയാളം ട്രാൻസ്ലേഷൻ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിജിറ്റൽ കോഴ്സ് അവൈലബിൾ ആണ്. ഓൾറെഡി ഈ യൂട്യൂബ് ചാനൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അവിടെ ഓൾറെഡി ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അവിടുന്ന് അറ്റൻഡ് ചെയ്യാം. ഡൗട്ട്സ് ഒക്കെ യൂട്യൂബ് കമൻറ്റ്സ് ചോദിച്ച് മുന്നോട്ട് പോകാം. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടി വരും. അതല്ല, നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ആ കോഴ്സ് വേണമെങ്കിൽ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് ആണ്, കേട്ട് പഠിക്കുന്ന ക്ലാസ്സസ് ആണ്. നിങ്ങളുടെ വാട്സാപ്പിലേക്കാണ് MP3 ഫോർമാറ്റ് ഓഡിയോ ക്ലാസ് അയച്ചു തരിക. സ്റ്റുഡിയോ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ് ആണ്. 10 എക്സാം അടക്കമാണ് വരുന്നത്. ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, ബേസിക് വേർഡ്സ്, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൽ സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്. ഈ 6 ടെൻസിൻ്റെ ബേസ്ഡ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് ഉണ്ട്. 10 എക്സാം ആൻസർ കീ ഉണ്ട്. ഈ 500 രൂപയുടെ കോഴ്സിൻ്റെ കൂടെ 200 രൂപയുടെ PDF ഇ-ബുക്ക്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇ-ബുക്ക് ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഇ-ബുക്ക് PDF ഫോർമാറ്റ് മാത്രമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവിടെ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള കോഴ്സിൻ്റെ കംപ്ലീറ്റ് കണ്ടൻസ് അടങ്ങിയ കോഴ്സിൻ്റെ കണ്ടൻസ് അടങ്ങിയ മെറ്റീരിയൽസ് ആണ്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇ-ബുക്ക് PDF ഫോർമാറ്റിലുണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും ഉണ്ട്. 257 പേജാണ്, 200 റുപ്പീസാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ബുക്സിനെ പറ്റിയ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അതോ പർച്ചേസ് ചെയ്യാനോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടം വരെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നിങ്ങളിത് പഠിച്ച യൂസേജസ് ഒക്കെ കമൻസിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഇൻ സച്ച് കേസസ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ക്യാൻ ബി സംതിങ് ദാറ്റ് വി ക്യാൻ ഇൻഡൽജ് ഇൻ ആസ് ഇറ്റ് റിക്വയർസ് ലെസ് ടൈം കമ്പയർഡ് ടു ദ വൺസ് ലൈക്ക് പ്ലേയിങ് ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം, അത്തരം കേസുകളിൽ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ ശരിക്കും ഇവിടെ എന്താ നമ്മൾ ആദ്യം സംസാരിച്ചത്, നമ്മൾ ചിലർക്ക് ഫ്രീ ടൈം കിട്ടാറില്ല, ജോലിയുടെ തിരക്കുകൾ കിട്ടാറില്ല എന്ന് പറഞ്ഞോളൂ അല്ലേ. അങ്ങനെ ജോലിക്കിടെ സമയം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഫ്രീ ടൈം ഒന്നും കിട്ടാത്തവർക്ക്, വളരെ കുറച്ച് ടൈം കിട്ടുന്നവർക്ക്, ഇൻ സച്ച് കേസസ് അങ്ങനെയുള്ള കേസിൽ അങ്ങനെയുള്ള ഒരു കാര്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ക്യാൻ ബി സംതിങ് ദാറ്റ് വി ക്യാൻ ഇൻഡൽജ് ഇൻ. പ്ലേയിങ് മൊബൈൽ ഗെയിംസ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൊണ്ട് കളിക്കാവുന്ന ഗെയിംസ് ഉണ്ട്. 10 മിനിറ്റോ 20 മിനിറ്റോ കൊണ്ട് കളിക്കാവുന്ന ഗെയിംസും ഉണ്ട്. സോ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഫ്രീ ടൈം കിട്ടിയില്ലെങ്കിലും ഈവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് ടൈം യു ക്യാൻ play mobile games even for a few minutes. That is what I am telling here. So in such cases, അങ്ങനെയുള്ള കേസിൽ playing mobile games can be something that we can indulge in. Indulge in എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതൊരു ആ യൂസേജിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള കാര്യം, നമ്മൾ എൻജോയ് ചെയ്ത കാര്യത്തിൽ നമ്മൾ സമയം മാറ്റിവെച്ച്, നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് അതിൽ എൻജോയ് ചെയ്യുക. നമുക്ക് വളരെ എൻജോയബിൾ ആയിട്ടുള്ള, വളരെ രസകരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് മനസ്സിന് സന്തോഷം തരുന്നതും നമുക്ക് വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച് അത് ചെയ്യാൻ അർത്ഥം വരികയാണ്. ഇൻ സച്ച് കേസസ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ക്യാൻ ബി സംതിങ് വി ക്യാൻ ഇൻഡൽജ് ഇൻ as it requires less time compared to the ones like playing football or cricket or football. ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് സമയം മൊബൈൽ ഗെയിംസിന് ആവശ്യമുള്ളൂ. Even though the negative sides of playing mobile games can't be neglected completely, adults who have no time for other leisure time activities find playing mobile games a hobby which can help them to relax and keep their minds out of work-related matters. ഇവിടെയും വളരെ വലിയൊരു സെൻറ്റൻസ് ആണ്, ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഈവൻ ദോ ദ നെഗറ്റീവ് സൈഡ്സ് ഓഫ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് കംപ്ലീറ്റ്ലി. നമ്മൾ ഇത്രയൊക്കെ പോസിറ്റീവ്സ് പറഞ്ഞു. വി ഓൾറെഡി ഡിസ്കസ് അബൌട്ട് ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ്. അഗെയിൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഈവൻ ദോ ദ നെഗറ്റീവ് സൈഡ്സ് ഓഫ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് കംപ്ലീറ്റ്ലി. അതായത് മൊബൈൽ ഗെയിംസ് കളിക്കുന്നതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ്സ് മുഴുവനായിട്ട് നമുക്ക് അവഗണിക്കാൻ പറ്റില്ലെങ്കിലും, ഈവൻ ദോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും, ഓക്കെ, ഈവൻ ദോ അർത്ഥം ഇവിടെ നാളെ വരുന്നത് അങ്ങനെ ആണെങ്കിലും എന്ന അർത്ഥം വരുന്നുണ്ട്. ഇവിടെ മൊബൈൽ ഗെയിംസ് കളിക്കുന്നതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് മുഴുവനായിട്ട് അവഗണിക്കാൻ പറ്റില്ലെങ്കിലും എന്ന അർത്ഥമാണ് വരുന്നത്. നെഗ്ലക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അവഗണിക്കുക. അപ്പോൾ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, അത് മുഴുവനായിട്ട് അവഗണിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും ഇവിടെ പറയുന്നത് എന്താണ്? അഡൽട്സ് ഹു ഹാവ് നോ ടൈം ഫോർ അതർ ലിഷർ ടൈം ആക്ടിവിറ്റീസ് ഫൈൻഡ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് എ ഹോബി വിച്ച് ക്യാൻ ഹെൽപ്പ് ദം ടു റിലാക്സ് ആൻഡ് കീപ് ദെയർ മൈൻഡ്സ് ഔട്ട് ഓഫ് വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സ്. ഒട്ടും സമയമില്ലാത്തവർക്ക്
ഇത് തന്നെയാണ് മൊബൈൽ ഗെയിം കളിക്കുന്നൊരു ഹോബിയായിട്ട് കാണുന്നു. അത് അവരുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാനും അവരുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവരുടെ മനസ്സിനെ ചിന്തകളെ മാറ്റി നിർത്താൻ സഹായിക്കുന്നു. കീപ് യുവർ മൈൻഡ് ഔട്ട് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുക, അല്ലെ എന്തെങ്കിലും കാര്യം നമ്മളെ ബോധർ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി വിട്ടുകളയുക, അത് മറക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുക. കീപ് യുവർ മൈൻഡ് ഔട്ട് ഓഫ് സംതിങ്, അതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, സോ ഇവിടെ വൊക്കാബുലറി നമുക്ക് നോക്കാം. ഇൻ സച്ച് കേസസ്, അത്തരം കേസുകളിൽ അങ്ങനെയുള്ള കേസിൽ ഇൻ സച്ച് കേസസ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ക്യാൻ ബി സംതിങ് ദാറ്റ് വി ക്യാൻ ഇൻഡൽജ് ഇൻ. അതായത് തീരെ സമയമില്ലാത്തവർക്ക് അങ്ങനെയുള്ള കേസുകളിൽ, അങ്ങനെ സമയമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്നർത്ഥമാണ് വരുന്നത്. മൊബൈൽ ഗെയിം കളിക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യാവുന്ന കാര്യമാണ്, സമയം വളരെ കുറച്ച് മതിയല്ലേ അതിന്. ഇൻഡൽജിൻ എന്തെങ്കിലും നമ്മൾ ആസ്വദിക്കുന്ന കാര്യം ആസ്വദിച്ച്, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ആസ്വദിച്ച് ചെയ്യുക, അതിനുവേണ്ടി സമയം കണ്ടെത്തി ആസ്വദിച്ച് ചെയ്യുക. ഈവൻ ദോ ദ നെഗറ്റീവ് സൈഡ്സ് ഓഫ് പ്ലേയിങ് മൊബൈൽ ഗെയിംസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് കംപ്ലീറ്റ്ലി adults who have no time for other leisure time activities find playing mobile games a hobby. See, നെഗറ്റീവ് സൈഡ്സ്, മൊബൈൽ ഗെയിംസ് കളിക്കുന്ന നെഗറ്റീവ് സൈഡ്സ് മുഴുവനായിട്ട് അവഗണിക്കാൻ പറ്റില്ലെങ്കിലും ഈവൻ ദോ അങ്ങനെയാണെങ്കിലും എന്നർത്ഥം വരുന്നത്. നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവഗണിക്കുക. കീപ് യുവർ മൈൻഡ് ഔട്ട് ഓഫ് സംതിങ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മനസ്സ് ഒരു കാര്യത്തിൽ നിന്നും, നമ്മുടെ ചിന്ത ഒരു കാര്യത്തിൽ നിന്ന് മാറ്റി വെക്കുക. അപ്പം ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കുക. യു ക്യാൻ കീപ് യുവർ മൈൻഡ് ഔട്ട് ഓഫ് വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ജോലിപരമായ കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലം അത് വിട്ടുകളയുക. ഞാനൊരു ആവറേജ് സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നത്, കാരണം ഒരുപാട് സ്ലോ ആയ വീഡിയോ വളരെ ലെങ്തി ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായേക്കാം. അതുകൊണ്ടാണ് ഒരു ആവറേജ് സ്പീഡിൽ പോകുന്നത്, ഒരുപാട് സ്ലോ ആക്കാതെ. അത്യാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ 1-2 വർഷം വീഡിയോ കണ്ടു നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ചോദിക്കുക. ഓക്കെ, അടുത്തത് ടോക്കിംഗ് അബൌട്ട് ആപ്ലിക്കേഷൻസ്. നമ്മളിപ്പോൾ ഗെയിംസിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞു. ടോക്കിംഗ് അബൌട്ട് ആപ്ലിക്കേഷൻസ്, വി യൂസ് ന്യൂമറസ് ആപ്ലിക്കേഷൻസ് വിച്ച് ഹെൽപ്പ് us to do a lot of things on our smartphones. ടോക്കിംഗ് അബൌട്ട് ആപ്ലിക്കേഷനെ പറ്റി സംസാരിക്കുമ്പോൾ, ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ എന്ന അർത്ഥമാണ് ടോക്കിംഗ് അബൌട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വി യൂസ് ന്യൂമറസ് ആപ്ലിക്കേഷൻസ്. ന്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഹെൽപ്പ് us to do a lot of things on our smartphone. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. I think the availability of applications made it easier for us to get things done quickly instead of visiting a website for that purpose. പണ്ടൊക്കെ ഈ ആപ്ലിക്കേഷൻസ് സ്മാർട്ട് ഫോണൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഇന്റർനെറ്റ് കഫേയിലൊക്കെ പോയി വെബ്സൈറ്റ് വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇപ്പോൾ വെബ്സൈറ്റ് വഴി ചെയ്ത പല കാര്യങ്ങളും ആപ്സ് ആയിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് സൈറ്റിൽ പോയി ചെയ്തതിനേക്കാളും എളുപ്പമാണ് നമ്മളൊരു ഷോപ്പിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ. ഒരു ബാങ്കിൻ്റെ ഒരു കാര്യം നമ്മൾ നെറ്റ് ബാങ്കിങ് ചെയ്തതിനേക്കാളും എളുപ്പമാണ് ആ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളത്. അതാണ് പറയുന്നത് ഐ തിങ്ക് ദ അവൈലബിലിറ്റി ഓഫ് ആപ്ലിക്കേഷൻസ്, ലഭ്യത. അവൈലബിലിറ്റി എന്ന് മീൻസ് എന്താ, ലഭ്യത, അത് ലഭിക്കുന്ന അവസ്ഥ, ലഭ്യത. It made it easier for us. The availability of applications made it easier for us. നമുക്ക് എളുപ്പമാക്കി ടു ഗെറ്റ് തിങ്സ് ഡൺ ക്വിക്ക്ലി. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാനാണെങ്കിലോ മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഇത് ഒരു ആപ്ലിക്കേഷൻസ് ഉള്ളത് നമുക്കത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വളരെ എളുപ്പമാക്കി. Instead of, okay, I think the availability of applications made it easier for us to get things done quickly instead of visiting a website for that purpose. Instead of, അതിന് പകരം, ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിന് പകരം ഇത് വളരെ ഹെൽപ്ഫുൾ ആയി എന്നാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ്, അതിന് പകരം. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ നെഗറ്റീവ് സൈഡ്സ് ഓഫ് മൊബൈൽ ഗെയിംസ് വിൽ ബി ഡിസ്കസ്ഡ് അറ്റ് ലേറ്റർ സ്റ്റേജ് വൺസ് വി കംപ്ലീറ്റ് ദ ഡിസ്കഷൻ ഓൺ ദ പോസിറ്റീവ് വൺസ്. നമ്മൾ നെഗറ്റീവ് സൈഡ്സ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പറയുന്നത് വൺസ് വി കംപ്ലീറ്റ് ദ ഡിസ്കഷൻ ഓൺ ദ പോസിറ്റീവ് വൺസ്. ഗുണങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെഗറ്റീവ് സൈഡ്സ് ഒക്കെ പിന്നീട് പറയുന്നതാണ് വൺസ് വി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ടോക്കിംഗ് അബൌട്ട്, അതിനെപ്പറ്റി പറയുമ്പോൾ, ടോക്കിംഗ് അബൌട്ട് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് തുടങ്ങിയില്ല നമ്മൾ. ഈ ഒരു സെൻറ്റൻസുകൾ നോട്ട് ഡൗൺ ചെയ്യുക. ആപ്ലിക്കേഷൻസിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ന്യൂമറസ്, ഒരുപാട്. അവൈലബിലിറ്റി, ലഭ്യത. I think the availability of applications made it easier for us to get things done quickly. ഈ ആപ്ലിക്കേഷൻസിൻ്റെ ലഭ്യത നമ്മളെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ഹെൽപ്പ് ചെയ്തു. ഗെറ്റ് തിങ്സ് ഡൺ ക്വിക്ക്ലി. ഇൻസ്റ്റെഡ് ഓഫ് വിസിറ്റിംഗ് എ വെബ്സൈറ്റ് ഫോർ ദാറ്റ് പർപ്പസ്. അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിന് പകരം ഇതാണ് എളുപ്പമാണ്. ഇൻസ്റ്റെഡ് ഓഫ്, അതിന് പകരം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുവാണെങ്കിൽ, ഞാൻ ഹൈലൈറ്റ് ചെയ്ത സെൻറ്റൻസ് എഴുതുവാണെങ്കിൽ 3 യൂസേജസ് അതിലുണ്ട്. അവൈലബിലിറ്റി, ഗെറ്റ് തിങ്സ് ഡൺ, ഇൻസ്റ്റെഡ് ഓഫ്. വൺസ് വി പ്ലസ് V1 ഫോം ഓഫ് വേർബ്. നമ്മൾ ഇപ്പോൾ വൺസ് വി ഇവിടെ കണ്ടോ, ദ നെഗറ്റീവ് സൈഡ്സ് ഓഫ് മൊബൈൽ ഗെയിംസ് വിൽ ബി ഡിസ്കസ്ഡ് അറ്റ് എ ലേറ്റർ സ്റ്റേജ് വൺസ് വി കംപ്ലീറ്റ് ദ ഡിസ്കഷൻ ഓൺ ദ പോസിറ്റീവ് വൺസ്. പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെ പറ്റി പറഞ്ഞതിന് ശേഷം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വൺസ് വി പ്ലസ് V1 ഫോം ഓഫ് വേർബ്, ഒരു കാര്യം ചെയ്തതിന് ഇവിടുത്തെ അർത്ഥം വരുന്നത് ഒരു കാര്യം കംപ്ലീറ്റ് ആയതിനു ശേഷം, പൂർത്തിയാക്കിയതിന് ശേഷം എന്നാണ് വരുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അവർക്ക് കൂടി യൂസ്ഫുൾ ആവും നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ദ നോട്ടിഫിക്കേഷൻ ബെൽ ഓൾസോ. ഓക്കെ, സോ ഹിയർ ടുഡേ യു ഗോട്ട് English speaking practice as well as English listening practice. Also you learned English vocabulary, English words with sentence usages. Okay, spoken English books and courses പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് ആൻഡ് കോഴ്സസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. 500 rupees കോഴ്സ് വിത്ത് ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ഇ ബുക്ക് ഉണ്ട്. അതുകൂടാതെ ആ കോഴ്സ് തന്നെ പേഴ്സണൽ ട്രെയിനർ സപ്പോർട്ടുള്ള കോഴ്സും അവൈലബിൾ ആണ്. ഞാൻ ആ സപ്പോർട്ട് കൊടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക് ഇ ബുക്ക് PDF ഫോർമാറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക്. സോ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് ടോപ്പിക്. ഐ ഹോപ്പ് യു വിൽ ബി ബാക്ക് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.